ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ നമ്മളും മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു സജഷൻ വളരെ നല്ല ഒരു സജഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം ഇവിടുത്തെ എല്ലാ പ്രവർത്തനവും നമുക്കറിയാം. നമ്മള് വാർഷിക ആഘോഷമായാലും ഓണത്തിനായാലും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്ത് ഓണത്തിന് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് നിവാസികളൊന്നും തന്നെ ഓണം ആഘോഷിക്കാൻ വീടുകളിലേക്ക് പോവാറില്ല. കാരണം നമ്മള് ആ ദിവസം ഇവിടെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ സാധാരണ അങ്ങനെയാണ്. ഉച്ചകൂണ് കഴിഞ്ഞൊക്കെ എനിക്കൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. മുമ്പൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ള സമയമാണ്. ഓണത്തിന് വീട്ടിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു സംഭവം. ഓണത്തിന് പോയി തിരിച്ച് ആ സമയമാകുമ്പോഴേക്കും തിരിച്ചെത്തുന്ന അത്രയും ക്ലബിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് ഇന്നിവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC+2 കുട്ടികൾക്കുള്ള സമ്മാനദാനവും അതുപോലെ നമ്മുടെ പ്രദേശത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തക വിതരണവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അടിസ്ഥാനം തന്നെ വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ്. ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രത്യേക കാരണം ഒരു അച്ചടക്കത്തോടെയുള്ള ഒരു പ്രവർത്തനം അതിന്റെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഒരു ടൈം ടേബിൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് കൃത്യമായിട്ട് ലഭിക്കൂ എന്നതറിയാം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ മാതാപിതാക്കളുടെ അവരുടെ വളർച്ചയെ നോക്കിക്കാണുന്ന അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഊണും ഉറക്കവും നമുക്കറിയാം. 10ാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞാൽ അച്ഛനമ്മമാര് രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് ഈ വെക്കേഷൻ സ്റ്റഡി സമയത്തൊക്കെ പഠിക്കുമ്പോൾ അവരെ ഉറങ്ങാതിരിക്കാൻ ചായ തിളപ്പിച്ചു കൊടുത്തും അതേപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ കൂടെ നിന്ന് അവരെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളുണ്ട്. അതേപോലെ അവരുടെ വളർച്ചയിൽ ഒപ്പം നിന്ന് നിൽക്കുന്ന അധ്യാപകരുണ്ട്. അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ തന്നെ നിങ്ങളുടെ വിജയം എന്നത് നിങ്ങളുടെ മാത്രം ആയിട്ടുള്ള ഒരു വിജയമല്ല, ഇതൊരു മുന്നോട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലെത്തിയാലും താഴെ തട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ മക്കൾ തയ്യാറാവണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ ഒരു സംസ്കാര രീതിയല്ല ഇന്നുള്ളത് എന്നത് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൂടി നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അതും കൂടി മനസ്സിലുണ്ടാവണം. ഈ വിജയം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള ഒരു പാത മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അവസാനത്തെ മുന്നോട്ടല്ല. തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി കടമകൾ മുന്നോട്ട് പോകാനുണ്ട്. ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കളോടൊന്നും കൂടി പറയാനുണ്ട്. നമ്മുടെ മുന്നോട്ട് പോകുന്ന നമുക്കൊരു ലക്ഷ്യം എപ്പോഴും ഉണ്ടാകണം. ആ ലക്ഷ്യത്തോടുള്ള പോക്കാണ് നമുക്ക് തീർച്ചയായിട്ടും ലക്ഷ്യമുണ്ടെങ്കിൽ നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം ഉയർന്നുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നാടും ഗവൺമെന്റും എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. പഠിക്കുക എന്നത് മാത്രമാണ് എന്റെ മുന്നിലുള്ള കുട്ടികൾക്കുള്ള ദൗത്യം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല മക്കളായിട്ട് വളർന്ന് നാടിനും സമൂഹത്തിനും അംഗീകരിക്കുന്ന നല്ല കുട്ടികളായിട്ട് തീരാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തഴൽ സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പുസ്തക വിതരണവും അതേപോലെ ഉന്നത വിജയ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊടുത്തോ ഓരോരുത്തർ തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കും ബുക്ക് കിട്ടും. ഓരോരുത്തരായിട്ട് വന്നു പോവാൻ അവിടെ കസാരയിൽ ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് വന്നാൽ മതി. SSLC CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാർവതി MN
മാലിയേക്കൽ നിതീഷിന്റെ മകളാണ്. ആള് വന്നിട്ടില്ല, വരുമ്പോൾ നമുക്ക് ഈ ട്രോഫി കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും വലിയ വലിയ ആയിട്ട് വേണ്ട. അതാണ് പ്രണവ്. ോടെ ചെയ്യിപ്പിച്ച സലീകുമാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ തണൽ സാംസ്കാരിക സമിതിയും ഈ പരിസരത്ത് എല്ലാവരും കൂടി ഇതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒരു സെക്കൻഡ് അനുശോചനം രേഖപ്പെടുത്തി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ തയ്യുണ്ട്, കാരക്കയുടെ തയ്യുണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് മേടിക്കാം. കാരക്കയുടെ തൈ കാരക്ക വെക്കാൻ സ്ഥലമുള്ള ഒരു കൂട്ടോ. വെള്ളം കിട്ടിയില്ല, വെള്ളം എടുക്കാം, വെള്ളം കൊടുക്കാം. ഹലോ, അതന്നെ അജിത്തേട്ടാ അതന്നെ